പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മോർണിംഗ് സർക്കിളിന്റെ കോർഡിനേറ്ററാണ്, ടീച്ചറാണ്, ട്രെയിനറാണ്. അപ്പം മാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം സർ. സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? സുഖല്ലേ? യെസ് സുഖമായിരിക്കുന്നു. അപ്പോ നമുക്കപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഇന്നത്തെ നമ്മൾ ടോപ്പിക് ശ്രദ്ധിച്ചിരുന്നോ? ആരെങ്കിലും ടോപ്പിക് വായിച്ചു നോക്കിയിരുന്നോ? സൂസൻ മാം. നോട്ട് ജസ്റ്റ് കവർ എന്നല്ലേ? മോർ ദാൻ ജസ്റ്റ് കവർ. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്? വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ആയിട്ടുള്ള സ്കിന്നിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം സ്കിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണല്ലേ. ഇപ്പൊ പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറയുന്നത് നമ്മള് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത് ഒരു സ്വാർത്ഥതയുടെ ഒരു ലക്ഷണമായിട്ടാണ് കരുതിയിരുന്നത്. ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് സെൽഫ് കെയർ ഭയങ്കരമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് ലവ് ഉണ്ടാവുന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു പണ്ടൊക്കെ. ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ അമ്മമാരൊക്കെ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവര് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇഷ്ടങ്ങള്, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാണ്ട് അല്ലെങ്കിൽ അവരുടെ സെൽഫ് കെയർ ചെയ്യാണ്ടൊക്കെ അവര് കുറെ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നത് കുറെ നാൾ മുമ്പൊക്കെ. പക്ഷെ ഇപ്പൊ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ സെൽഫ് കെയർ ചെയ്യണം, നമ്മൾ സെൽഫ് ലവ് വേണം എന്നൊക്കെയുള്ള അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ടല്ലേ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. ബൈബിളിൽ ഒരു വചനം ഉണ്ടെന്നാണ് പറയുന്നത്, തന്നെത്താൻ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നുള്ളത്. അപ്പൊ തന്നെത്താൻ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമ്മളെ ബോഡി കെയർ ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മള് ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ ഇങ്ങനെ കേൾക്കുന്നത് നമ്മുടെ ബ്രെയിന്, അതുപോലെ കിഡ്നി, ഹാർട്ട്, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ കേട്ട് വരുന്നത്. സ്കിന്നിനെ നമ്മൾ കൂടുതൽ സ്കിന്നിന്റെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ക്ലാസ്സുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെയാണ് സ്കിന്നിന്റെ ഫങ്ഷൻസ്, 3 കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് സ്കിന്നിന്റെ ഫങ്ഷൻസ് എന്നുള്ളത്, പിന്നെ സ്കിന്നിന്റെ സ്ട്രക്ചർ, സ്കിന്നിന്റെ ഘടന എങ്ങനെയാണെന്നുള്ളതും, എങ്ങനെ നമുക്കൊരു ഹെൽത്തി സ്കിന്ന് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെയാണ് സ്കിന്നിന്റെ ഫങ്ഷൻസ് എന്നുള്ളത് ആർക്കെങ്കിലും പറയാമോ? നമുക്ക് അറിയുന്നവരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും കുറെയൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്തൊക്കെയാണ് സ്കിന്നിന്റെ ഫങ്ഷൻസ്, എന്തൊക്കെയാണ് സ്കിന്ന് നമുക്ക് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ ഒന്ന്, പ്രൊട്ടക്ഷൻ. പിന്നെ ടെമ്പറേച്ചർ റെഗുലേഷൻ. അതെ, ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നു. സെൻസേഷൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്കിന്ന് ചെയ്യുന്നുണ്ടല്ലേ. സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവറിങ് ആണ്. നമ്മുടെ ബോഡി മൊത്തം വരുന്ന ഒരു കവറിങ് ആണ് സ്കിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കരുതണം. അപ്പൊ നമ്മളൊരു ഡ്രസ്സ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കവറിങ് ആണല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എത്ര പൈസ വേണമെങ്കിലും ചെലവഴിക്കാനൊക്കെ നമ്മൾ തയ്യാറാണ്. ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കാനും, അതുപോലെ തന്നെ ഇപ്പൊ ചിലവരൊക്കെ ഒരു ഫംഗ്ഷൻ കല്യാണങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങളുടെ രൂപയുടെ ഡ്രസ്സൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അതിനേക്കാളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്ന മൊത്തം നമ്മുടെ ബോഡി കവറിങ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്കിന്നിന്റെ ഒരു ഫംഗ്ഷൻ പറയാനുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കവറിങ് ആണ്, മൊത്തം നമ്മുടെ ബോഡിയുടെ ഒരു കവറിങ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ബോഡിയൊക്കെ നശിച്ചു പോകാനുള്ളതല്ലേ, നമ്മുടെ ശരീരം എന്തായാലും ഒരിക്കലും നമ്മുടെ ശരീരം നശിച്ചു പോകും. അപ്പൊ അതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരിക്കലും നശിച്ചു പോവാത്ത നമ്മളുടെ സോളും അതുപോലെ നമ്മുടെ മൈൻഡൊക്കെ നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ള ബോഡിയുടെ ഉള്ളിലാണ് ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ സ്കിന്ന് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോ കവറിങ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കവറിങ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്
സ്കിന്നിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് രോഗാണുക്കൾ കയറുന്നത് തടയുന്നത് സ്കിന്നാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ഇതാണ് സ്കിൻ എന്ന് പറയുന്നത്. രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത് തടയുന്നു. അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് UV റേസ് ഓവറായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പോവാണ്ട് നമ്മളെ സംരക്ഷിക്കുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് പോവാണ്ട് സംരക്ഷിക്കുന്നത് നമ്മുടെ സ്കിന്നാണ്. പിന്നെ നമ്മുടെ സ്കിന്നിലാണ് സ്വെറ്റ് ഗ്ലാൻഡ്സ് ഉള്ളത്. നമുക്കറിയാം അല്ലെ, നമ്മൾക്ക് വിയർപ്പ് ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്നിലാണ്. ഈ സ്വെറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ് അല്ലെ, വിയർപ്പ് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഈ സാധനം, ഈ വിയർപ്പ് നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ ഒക്കെ പുറത്ത് കളയുന്നത് ഈ സ്വെറ്റിൽ കൂടെയാണ്. അപ്പൊ സ്വെറ്റ് ഗ്ലാൻഡ്, നമ്മുടെ സ്കിന്നിൽ സ്വെറ്റ് ഗ്ലാൻഡുകളുണ്ട്, സ്വെറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട്. അതാണ് ഈ സ്കിന്നില് നമ്മളുടെ, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള വസ്തുക്കളെ, ടോക്സിൻസിനെയൊക്കെ പുറത്തു പോകുന്നു, ഈ സ്വെറ്റിൽ കൂടെ പുറത്തു പോകുന്നു. അതുപോലെ സൂസൻ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നത് സ്കിന്നാണ്. ഇപ്പൊ നമുക്ക് തണുപ്പ്, ഭയങ്കരമായിട്ട് തണുപ്പുള്ള സമയത്ത് ചൂടാവാനും അതുപോലെ ചൂടുള്ള സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് നമ്മുടെ സ്കിൻ തന്നെയാണ്. പിന്നെ സ്കിന്നിന്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സ്കിന്നിലാണെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഇതാണല്ലേ. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂരിഭാഗം വൈറ്റമിൻ ഡിയും ഉൽപ്പാദിപ്പിക്കുന്നത് സ്കിന്നിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ സ്കിന്നിന്റെ വേറൊരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പർശനം പോസിബിൾ ആവുന്നത് സ്കിന്നിലാണ് അല്ലെ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു അപകടം, ഏതെങ്കിലും ഒരു സ്ഥലം അപകടമുള്ളിടത്ത് എന്തെങ്കിലും അപകടം നമുക്ക് ഉണ്ടായി, നമുക്ക് പെയിൻ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഇവിടെ പ്രശ്നമാണെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകുന്നത് അപ്പോഴാണ്. അപ്പൊ സ്പർശനം നമുക്ക് പോസിബിൾ ആവുന്നത് സ്കിന്നിൽ കൂടിയാണ്. അതുപോലെ തന്നെ സ്പർശനത്തിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പുകളൊക്കെ നല്ല ഇതിലാവുന്നതും എന്താണ് സ്കിന്ന് വഴിയാണ് നമുക്ക് അതൊക്കെ പോസിബിൾ ആവുന്നത്. അപ്പൊ സ്കിൻ, അതായത് നമ്മളിപ്പോ ഒരു രണ്ടുപേരും ഇങ്ങനെ കൈകോർത്ത് പിടിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഹീലിംഗ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പൊ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം, അങ്ങനെ ഒരുപാട് എല്ലാ റിലേഷൻഷിപ്പിലും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നത്, ആ ഒരു അനുഭൂതി നമുക്ക് കിട്ടുന്നത് സ്പർശനത്തിലൂടെയാണ്. അപ്പൊ അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് സ്കിന്നാണ്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ സ്കിന്ന് നമുക്ക് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് സ്കിന്നിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം, സ്കിന്നിന്റെ ഘടന എങ്ങനെയാന്ന് നോക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. കാണുന്നുണ്ടോ സ്ക്രീൻ ഷെയർ ചെയ്തത്? കാണുന്നുണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് സ്കിന്നിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് 3 ലെയറുകളാണ്. 3 ലെയറുകളായിട്ടാണ്. അതിൽ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ലെയറിന് എപ്പിഡെർമിസ് എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ ഉള്ളിൽ മിഡിലിൽ കാണപ്പെടുന്ന ലെയറാണ് ഡെർമിസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഇന്നറിൽ കാണപ്പെടുന്ന ലെയറാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ ലെയറിനും അതിൻ്റെതായ ഓരോ ഫങ്ഷൻസുകൾ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് എപ്പിഡെർമിസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് സ്കിന്നില് പ്രതിരോധം തീർക്കുന്നത് എപ്പിഡെർമിസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സ്കിന്നിൽ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, സെല്ലുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരുപാട് സെല്ലുകൾ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ സെല്ലുകൾ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 40,000-ഓളം സെല്ലുകൾ, കോശങ്ങൾ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഓരോ ദിവസവും പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതിനനുസരിച്ച് സ്കിന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെ ഏജ് അതിനനുസരിച്ച് വ്യത്യാസം വരും. ഏജ് കൂടുന്തോറും പുതിയ കോശങ്ങൾ ഉണ്ടാവണതിന്റെ ആ റേറ്റിലൊക്കെ വ്യത്യാസം വരും. എന്നാലും നമുക്ക് നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കിയിട്ട് പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ഹെൽത്തി ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എപ്പിഡെർമിസിലാണ് ഈ പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
അതുപോലെ തന്നെ നമ്മളെ അണുക്കളിൽ നിന്നും നേരത്തെ പറഞ്ഞിരുന്നു സ്കിന്നിന്റെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാണ്ടും അതുപോലെ തന്നെ UV റേസിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് സ്കിന്നാണെന്ന് പറഞ്ഞത്. അത് ഈ എപ്പിഡെർമിസ് ആണ് നമ്മളെ അണുക്കളിൽ നിന്നും UV റേസിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഒരു ഭൂരിഭാഗം നമ്മുടെ ഈ സ്കിന്നിന്റെ ഔട്ടർ ലെയറിലാണ് വെച്ചിട്ടാണ് ഔട്ടർ ലെയറിലുള്ള ഈ തൊലിപ്പുറത്തുള്ള കോശങ്ങളിൽ വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ മെലാനിൻ എന്ന് കേട്ടിട്ടില്ലേ? മെലാനിൻ എന്താണ്? സ്കിന്നിന്റെ കളറ്. അതെ അതെ, മെലാനിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ് ആണ് അല്ലെ. അതൊരു സ്കിന്നിന് കളർ തരുന്ന ഒരു പിഗ്മെന്റ് ആണ്. ഡാർക്ക് കളർ തരുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെലാനിന് അതും എപ്പിഡെർമിസിലാണ് ഉള്ളത്. അപ്പൊ ഈ മെലാനിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഡാർക്ക് കൂടി വരും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ എന്ന് പറയുന്നത് മെലാനിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള സ്കിൻ ആണെന്നാണ് പറയുന്നത്. സ്കിന്നിന് കൂടുതൽ ആരോഗ്യകരമായിട്ട് കരുതപ്പെടുന്നത് മെലാനിൻ കൂടുതലുള്ള സ്കിന്നാണ്. അപ്പൊ നമുക്ക് സ്കിന്നിന്റെ കളറിലും അതിലൊന്നല്ല മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാന്നുള്ളതാണ്. അപ്പൊ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരു സ്കിൻ തന്നെ ഒരു സൗന്ദര്യമായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ ഇതാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അപ്പൊ സ്കിന്നിന്റെ പ്രതിരോധം തീർക്കുന്നത് എപ്പിഡെർമിസ് ആണ്. പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എപ്പിഡെർമിസ് വെച്ചിട്ടാണ്. അതുപോലെ അണുക്കളിൽ നിന്നും UV റേസിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് എപ്പിഡെർമിസ് ആണ്. പിന്നെ വൈറ്റമിൻ ഡിയുടെ എന്താണ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് എപ്പിഡെർമിസിലാണ്. അതുപോലെ നമ്മുടെ മുടിക്കും അതുപോലെ കളർ കൊടുക്കുന്ന പിഗ്മെന്റ്, സ്കിന്നിനൊക്കെ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് മെലാനിന് അതും എപ്പിഡെർമിസിലാണ് ഉള്ളത്. പിന്നെ അതൊക്കെയാണ് എപ്പിഡെർമിസിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത മിഡിൽ ലെയർ എന്ന് പറയുന്നത് ഡെർമിസ് ആണ്. ഡെർമിസിലാണ് നമ്മുടെ സ്കിന്നിന് കാഴ്ചയിൽ എങ്ങനെയുള്ളതാണെന്നില്ല ഡെർമിസിന് വലിയൊരു പങ്കുണ്ട്. അതായത് ഈ ഡെർമിസിലാണ് കൊളാജൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് ഉള്ളത്. സ്കിന്നില് സ്കിന്നിന്റെ മിഡിൽ ലെയർ ആയിട്ടുള്ള ഡെർമിസിലാണ് കൊളാജിൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ഉള്ളത്. ഈ കൊളാജിൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പ്രോട്ടീൻ നമ്മുടെ സ്കിന്നിന്റെ കാഴ്ചയിൽ ഭയങ്കര വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കൊളാജിൻ നമ്മുടെ സ്കിന്നിന് ഗ്ലോയിങ് സ്കിൻ ആക്കുന്നത് കൊളാജിൻ ആണ്. ഈ കൊളാജിൻ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യും. അതുപോലെ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും സഹായിക്കുന്നത് ഈ കൊളാജിൻ ആണ്. അതുപോലെ ഇലാസ്റ്റിൻ പറഞ്ഞു. ഇലാസ്റ്റിൻ എന്ന് പറയുന്നത് സ്കിന്നിന്റെ ഉറപ്പിന്, സ്കിന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇലാസ്റ്റിൻ ആണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയർ ഉണ്ടല്ലോ, ഔട്ടർ ലെയർ ആണല്ലോ നമുക്ക് കാണും. അപ്പൊ ഈ ഔട്ടർ ലെയറിന് ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക, അങ്ങനെ തൂങ്ങിക്കെടുക്കാണ്ടൊക്കെ ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടൊക്കെ ഉറപ്പായിട്ട് വെക്കുന്നത് ഈ ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് എന്തെങ്കിലും നീരൊക്കെ വരില്ലേ, നീരൊക്കെ വരുന്ന സമയത്ത് സ്കിന്ന് വലിയും അല്ലേ, വലിഞ്ഞിട്ട് പിന്നെ അത് പഴയ പോലെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ്. പിന്നെ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ തടി വെക്കുന്ന ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് തടി വെക്കുമ്പോൾ സ്കിന്ന് വലിയും. അപ്പൊ പിന്നെ ചിലപ്പോൾ നമ്മൊന്ന് തടി കുറയുമ്പോൾ സ്കിന്ന് വീണ്ടും തൂങ്ങി ഇങ്ങനെ നിൽക്കണ പോലെ വരും. അപ്പൊ അതിനെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഈ ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ്. അതുപോലെ സ്കിന്നിൽ കാണപ്പെടുന്ന വേറൊരു ഇതാണ് സ്വെറ്റ് ഗ്ലാൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വെറ്റ് ഗ്ലാൻസിനെ പറ്റിയിട്ട്. സ്വെറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു സ്വെറ്റ് ഗ്ലാൻസ്. അപ്പൊ ഈ സ്വെറ്റ് എന്താണ് നമ്മുടെ സ്കിന്നിൽ ശരീരത്തിലുള്ള ടോക്സിൻസിനെയൊക്കെ പുറത്തേക്ക് കളയുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ സ്വെറ്റ് ഗ്ലാൻഡ് ഉള്ളത് ഈ ഡെർമിസിലാണ് സ്വെറ്റ് ഗ്ലാൻഡ് ഉള്ളത്. അതുപോലെ തന്നെ ഡെർമിസിൽ കാണപ്പെടുന്ന വേറെ സാധനമാണ് ഓയിൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഓയിൽ ഗ്ലാൻഡാണ് സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുന്നത്. ഔട്ടർ ലെയർ, നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയർ ഡ്രൈ ആവാണ്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ് ഈ ഓയിൽ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് സ്പർശനത്തിന്റെ ടച്ചിങ്ങിന്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി തരുന്നതൊക്കെ ഡെർമിസ് ആണ്. അതുപോലെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓയിൽ ഗ്ലാൻഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞില്ല. അപ്പൊ ഈ ഓയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാവും. ഓയിൽ കൂടുമ്പോഴും നമുക്ക് മുഖത്ത് പിമ്പിൾസ് ഒക്കെ വരുന്നത് അപ്പോഴാണ്. ഓയിൽ ഉണ്ടാവുന്നത് പ്രശ്നമല്ല, ഓയിൽ കൂടുമ്പോഴും പിമ്പിൾസ് വരും. ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിപ്പോകും. അപ്പൊ ഈ ഓയിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നാച്ചുറൽ ഗ്ലോ ഉണ്ടാവും.
അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ മിഡിൽ ലെയർ ആയിട്ടുള്ള ഡെർമിസ് ആണ്. അപ്പൊ ഡെർമിസിലാണ് നമ്മൾ പറഞ്ഞത് എന്താണ് കൊളാജിൻ അതുപോലെ തന്നെ ഇലാസ്റ്റിൻ എന്നുള്ള പ്രോട്ടീൻസ് കാണപ്പെടുന്നത് ഡെർമിസിലാണ്. കൊളാജിനും ഇലാസ്റ്റിനും നമ്മുടെ സ്കിന്നിന്റെ കാഴ്ചയിൽ വളരെയധികം പങ്കുവയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സോഫ്റ്റ് ആയിട്ടിരിക്കാനും സഹായിക്കും. റിങ്കിൾസ് വരാണ്ട് ചുളിവുകളൊന്നും വരാണ്ട് സഹായിക്കുന്നത് ഈ കൊളാജിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ്. അതുപോലെ ഇലാസ്റ്റിന് സ്കിന്നിന് ടൈറ്റ് കൊടുക്കുന്നു, ഉറപ്പായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നു ഇലാസ്റ്റിന്. അതുപോലെ തന്നെ സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. സ്വെറ്റ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് ഡെർമിസിലെ മിഡിൽ ലെയറിലാണ് കാണപ്പെടുന്നത്. അത് എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത ടോക്സിൻസിന് അത് പുറത്തേക്ക് കളയും. പിന്നെ ഓയിൽ ഗ്ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓയിൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അത് അതായത് ഔട്ടർ ലെയർ, സ്കിന്നിന്റെ ഔട്ടർ ലെയർ ഡ്രൈ ആവാണ്ട് സഹായിക്കുന്നത് ഈ ഓയിൽ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽസ് ആണ്. പിന്നെ നമുക്ക് സ്പർശനത്തിന്റെ ഫീലിംഗ് ഉണ്ടാക്കി തരുന്നതും ഡെർമിസ് ആണ് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ഏജ് നമുക്ക് കൂടുന്തോറും നമ്മുടെ സ്കിന്നില് ഈ പറഞ്ഞ ഈ കൊളാജന്റെയും അതുപോലെ ഈ ഇലാസ്റ്റിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതെന്ന് പറയാം, നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഞാനൊന്നും ശരിക്കും ഈ സ്കിന്നെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്തിരുന്നതാണ് ആദ്യമൊക്കെ. പിന്നെ ഇപ്പൊ എനിക്കിങ്ങനെ നമുക്ക് ഏജ് ആവുന്നതോടെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ തുടങ്ങുമല്ലോ. അപ്പൊ ഇപ്പൊ അത് കാരണം കൊണ്ട് മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി നമുക്ക് പറയാം, എങ്ങനെയൊക്കെയാണ് ഹെൽത്തി സ്കിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് പറയാം. അപ്പൊ ഇതാണ് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്, ഡെർമിസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ലെയർ എന്ന് പറയുന്നത് ഹൈപ്പോഡെർമിസ് ആണ്. അപ്പൊ ഈ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്, ഈ ഹൈപ്പോഡെർമിസിലാണ് ഫാറ്റ് ഉള്ളത്. ഈ നമ്മുടെ മസിൽസിനെയും എല്ലുകളെയൊക്കെ പരിക്കൊക്കെ പറ്റാണ്ട് രക്ഷപ്പെടുത്തുന്ന ഈ ഹൈപ്പോഡെർമിസിലുള്ള ഫാറ്റ് ആണ്. അപ്പോൾ ഹൈപ്പോഡെർമിസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഫാറ്റ് ഉള്ളത് ഹൈപ്പോഡെർമിസിലാണ്. നമ്മുടെ മസിൽസിനെ എല്ലുകളൊക്കെ പരിക്ക് പറ്റാണ്ട് സംരക്ഷിക്കുന്നത് ഇതാണ്. അപ്പൊ നമ്മള് നേരത്തെ കൊളാജനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കൊളാജൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ് നമുക്ക് സ്കിന്നിന് ടൈറ്റ് ആയിട്ട് ഇത് ഗ്ലോ ആയിട്ട് നിൽക്കാനും സഹായിക്കുന്നത്. ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ് സ്കിന്നിന് ടൈറ്റ്നെസ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇനി ഈ സ്കിന്നെ ഹെൽത്തി ആയിട്ടൊക്കെ എങ്ങനെ വെക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്കിന്നിന്റെ 3 ലെയറുകൾ: എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. സോറി, ഫോൺ താഴെ വീണ് പെട്ടെന്ന്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കിന്നിന്റെ പുറമെ എന്താണ് പുതിയ ഔട്ടർ ലെയറിൽ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുറെ കോശങ്ങൾ ഓരോ ദിവസവും ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതായത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ആയിട്ട് വെക്കണം. കാരണം ഈ ഡെഡ് ആയിട്ടുള്ള സെല്ലുകൾ ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം നമ്മുടെ സ്കിന്ന്. ഫേസിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ബോഡി മൊത്തം നമ്മൾ സെല്ലുകൾ ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസം. അപ്പൊ ഇതിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വെച്ചാലാണ് സ്കിന്ന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല ക്ലെൻസിങ്ങുകളൊക്കെ ഉപയോഗിക്കാൻ, കൂടുതലും നമ്മൾ ഇങ്ങനെ ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസിങ്ങുകളൊന്നും ഉപയോഗിക്കാണ്ട് മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസിങ് ഉപയോഗിക്കാം. പാല് നല്ലതാണ്. പാല് നല്ലൊരു ക്ലെൻസിങ് ആണ്. നന്നായിട്ട് നമ്മുടെ ഡീപ്പ് ക്ലെൻസിങ് ചെയ്യുന്ന ഒരു ഇതാണ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആവി കൊള്ളുന്നത് നല്ലതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ ആയിരിക്കും അത്. ആവി കൊള്ളുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മളെ ചൂടുവെള്ളം നമ്മളുടെ മുഖത്ത് തട്ടുമ്പോൾ അല്ലെങ്കിൽ
ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നില് എന്താണ് പോർസുകൾ ഓപ്പൺ ആവും. സ്കിന്നിന്റെ പോർസുകൾ ഓപ്പൺ ആവും. അപ്പൊ അതാണ് ഇങ്ങനെ ഇപ്പൊ ഒരു ഫേസ് പാക്ക് ഒക്കെ മുഖത്തൊക്കെ ഇടൂലേ, അവരാദ്യം തന്നെ ചൂടുവെള്ളം കൊണ്ട് ആവി പിടിക്കും, എന്നിട്ടാണ് ഫേസ് പാക്ക് ഇടുക. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ അതിന്റെ ഉള്ളിലേക്ക്, സ്കിന്നിന്റെ ഉള്ളിലേക്ക് ഈ സാധനം പോയിട്ട് നന്നായിട്ട് എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കൊളാജൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, സ്കിന്നിന് ഗ്ലോ തരുന്ന സാധനങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടുന്നത്. അപ്പോ സ്കിന്നിന് നമ്മൾ ചൂടുവെള്ളം കൊണ്ട് കഴുകുന്നത്, ആവി കൊള്ളുന്നതൊക്കെ നമ്മുടെ സ്കിന്നിന്റെ പോർസുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ സ്കിന്നിന്റെ പോർസ് ഒക്കെ ക്ലോസ്ഡ് ആവാൻ. അപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകാറുണ്ട് ചിലർ. അപ്പൊ അത് സ്കിന്നിന്റെ പോർസ് ഒക്കെ ക്ലോസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഹൈഡ്രേഷൻ. ഞാൻ പറഞ്ഞു നമ്മള് ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഈ ഓരോ സാധനങ്ങളുടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഗ്ലോ ആയിട്ട് ഇരിക്കാനും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് വെള്ളം കുടിക്കുന്നത്. എല്ലാത്തിനും നല്ലതാണല്ലേ, സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നന്നായിട്ട് എപ്പോഴും നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കാം. അതേപോലെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ സ്കിന്നിന്റെ റിങ്കിൾസ് വരാനും അതുപോലെ തന്നെ ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ മോയ്സ്ചറൈസർ യൂസ് ചെയ്തെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് സ്കിന്നിന്റെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഓയിൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽസിന്റെ ഇതൊക്കെ കുറയും ഏജ് കൂടുന്നവർ. അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ ഇങ്ങനെ അത് ശ്രദ്ധിക്കാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള നല്ല ഫുഡുകൾ കഴിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറയും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചിലരിൽ അത് കുറവായിരിക്കും. പക്ഷെ ഫുഡ് നല്ലതല്ലാത്തതുകൊണ്ട് എന്താണ് അതിനനുസരിച്ച് നമ്മുടെ ഫുഡ് നന്നാക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റും അല്ലെ. നമ്മൾ മുഖത്തൊക്കെ കുറെ ക്രീമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാരി തേക്കണേക്കാളും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഫുഡ് നല്ല ഫുഡാണെങ്കിൽ എന്താണ് അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ഫുഡ് കഴിക്കാം. നല്ല ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സ്കിന്നിന് നല്ലതായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ചിക്കൻ, എഗ്, മത്സ്യം, അതുപോലെ തന്നെ നട്ട്സുകള്, പിന്നെ ലീഫ്, പപ്പായ, അതുപോലെ ഫ്രൂട്ട്സ്, പിന്നെ ബ്ലൂബെറി, സ്ട്രോബെറി, അങ്ങനെയുള്ള ഗ്രീൻ ടീ അല്ലെ, ഇതൊക്കെ ആന്റി ഓക്സിഡൻസ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. ഗ്രീൻ ടീ എന്നൊക്കെ പറയുന്നത് അതൊക്കെ സ്കിന്നിന് നല്ലതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. എപ്പോഴും ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമോ, ഭയങ്കര കോസ്റ്റ്ലി അല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചെലവാക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പൈസ ഒക്കെ നമ്മൾ ചെലവാക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു ഫുൾ പ്രൊട്ടക്ഷൻ ആണ്, നമ്മുടെ കവറിങ് ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സ്കിന്നെ ഹെൽത്തി ആക്കി വെക്കേണ്ട കാര്യം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ നമ്മള് ഇതുപോലുള്ള നല്ല ഫുഡുകളൊക്കെ വാങ്ങി കഴിച്ചിട്ട് സ്കിന്ന് ഹെൽത്തി ആക്കി വെക്കാൻ നോക്കാം. പിന്നെ അതാണ് പറയുന്നത്. അപ്പൊ നല്ല ഫുഡുകളൊക്കെ കഴിക്കാം. പിന്നെ എക്സസൈസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സ്കിന്നിന് ഭയങ്കരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാനും അതുപോലെ സ്കിന്ന് ഹെൽത്തി ആൻഡ് ടൈറ്റ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്കിന്ന് ഇതുപോലെ ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അല്ലെ. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഈ ബ്ലഡ് നന്നായിട്ട് എന്താണ് നമ്മളുടെ സെല്ലുകളിലേക്ക് എത്തും. അപ്പൊ ഈ ബ്ലഡിൽ കൂടിയാണ് ഓക്സിജനിൽ കൂടിയാണ് സെല്ലുകളിലേക്ക് ഉള്ള ന്യൂട്രിയൻസ് എത്തുന്നത്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നവരിൽ എന്താണ് നന്നായിട്ട് എന്താണ് സെല്ലുകൾക്ക് ആ ഒരു ന്യൂട്രീഷൻ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കഴിക്കുന്ന ഫുഡിലത്തെ ന്യൂട്രിയൻസ് എടുക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നും ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ ഓക്സിജൻ എടുക്കും. നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഓക്സിജൻ എടുക്കും. അപ്പോഴും എന്താണ് ഓക്സിജൻ ബ്ലഡിൽ കൂടെ ഓക്സിജൻ നമ്മുടെ സെല്ലുകളിലേക്ക് എത്തും. അങ്ങനെ സെല്ലുകളിൽ നന്നായിട്ട് ന്യൂട്രിയൻസ് കിട്ടും. അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എല്ലാവരും പറയണേക്കാൾ നമ്മൾ ചിലവർ എക്സസൈസ് എന്ന് പറഞ്ഞ് പേരിന് ഒരു 5-10 മിനിറ്റ് ഒക്കെ ഇങ്ങനെ
ചെയ്യും. സ്ട്രെച്ചിങ് ഒക്കെ അങ്ങനെ ചെയ്യാം. പിന്നെ എക്സസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് നന്നായിട്ട് വിയർക്കണ വരെ ചെയ്യണമെന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിയർക്കുമ്പോഴാണ് ഈ സ്വെറ്റിൽ കൂടെ നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള ടോക്സിൻസ് ഒക്കെ പുറത്ത് പോവാ. അപ്പൊ അങ്ങനെയും നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവർക്ക് എന്താണ് സ്കിന്ന് ഗ്ലോ ആയിട്ട് ഇരിക്കും. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വിയർപ്പിൽ കൂടെ ഒക്കെ വിയർത്തിട്ട് അങ്ങനെ പോവും. അതുപോലെ തന്നെ സ്ട്രെസ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ലെവൽ കുറയും അല്ലെ. സ്ട്രെസ് കുറയുമ്പോൾ തന്നെ അതെന്താണ് അത് നമ്മുടെ സ്കിന്നിലേക്ക് കാണാൻ പറ്റും. നമ്മൾ സ്ട്രെസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് സ്കിൻ എപ്പോഴും ഭയങ്കര ഡൾ ആയിട്ടായിരിക്കും ഇരിക്കുക. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവർക്ക് സ്കിന്ന് നല്ലതായിട്ടിരിക്കും. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ലീപ്പ് നന്നാവും. ഡെയിലി എക്സസൈസ് ചെയ്യുന്നവർക്ക് നല്ല സ്ലീപ്പ് കിട്ടും. അപ്പോൾ ഈ സ്ലീപ്പ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിന്റെ റിപ്പയർ നടക്കുന്നത് ഈ ഉറങ്ങുന്ന ടൈമിലെന്നാണ് പറയുന്നത്. മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന ടൈമിലെന്നാണ് പറയുന്നത്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നവർക്ക് സ്ലീപ്പ് നന്നായി കിട്ടും. അപ്പൊ അങ്ങനെയാണ് എക്സസൈസ് ചെയ്യുമ്പോൾ സ്കിന്ന് ഗ്ലോ ചെയ്യുക. നമ്മൾ ഓരോ ജിമ്മിന്റെ പരസ്യങ്ങളിലൊക്കെ കാണാം, എക്സസൈസ് ചെയ്യാൻ വരൂ, ലേഡീസിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കിന്ന് വെട്ടിത്തിളങ്ങും എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുമ്പോൾ വെട്ടിത്തിളങ്ങാന്ന് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഓക്സിജൻ കൂടും. അതുപോലെ സ്വെറ്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറത്തു പോകും. പിന്നെ സ്ട്രെസ് കുറയും. എക്സസൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് സ്കിന്നിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സ്ലീപ്പ് നന്നാവുമ്പോഴും അതും സ്കിന്നിന്റെ മെയിൻ്റെനൻസ് നടക്കുന്നത് സ്ലീപ്പ് ടൈമിലാണ്. അപ്പൊ അതും നമ്മുടെ സ്കിന്നിന് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് സ്കിന്നിന്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞപ്പോ തന്നെ സ്ട്രെസ് കുറയ്ക്കാന്നുള്ളത്, നമ്മൾ എപ്പോഴും പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം. അത് നമ്മുടെ സ്കിന്നിന്, നമ്മളെപ്പോഴും ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും വേറെ ആരെങ്കിലോട് നമുക്ക് ഭയങ്കര ദേഷ്യം വെച്ചിട്ട് എപ്പോഴും ഇരിക്കണം, അല്ലെങ്കിൽ ജലസ് അങ്ങനത്തെ ഒക്കെ ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡ് ഇരിക്കുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് പറ്റും. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ എന്താണ് എപ്പോഴും നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക സ്കിന്നിനെ. നല്ലൊരു ക്ലെൻസിങ് ഉപയോഗിച്ചിട്ട്, മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസിങ് ഉപയോഗിച്ചിട്ട് സ്കിന്നിനെ ക്ലെൻസ് ചെയ്യുക. അതുപോലെ ആവിക്കുള്ള ചൂടുവെള്ളം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടൊക്കെ കഴുകുക. അതുപോലെ ഹൈഡ്രേഷൻ, നന്നായിട്ട് വെള്ളം കുടിക്കുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് നല്ല എക്സസൈസ് ചെയ്യുക, പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ സ്ലീപ്പ് ശരിയല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നൊക്കെ എന്താണ് ഒരു ടയേർഡ് ലുക്ക് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ സ്ട്രെസ് ഉണ്ടെങ്കിൽ എപ്പോഴും സ്കിന്നും അത് എപ്പോഴും ഡള്ളായിട്ടായിരിക്കും ഇരിക്കുക. അതുപോലെ എക്സാം ടൈമിലൊക്കെ ചില കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് കാണാം ആ ഒരു എക്സാം ടൈമിലൊക്കെ പിമ്പിൾസ് ഒക്കെ വരുന്നത് കാണാം. അപ്പൊ ഇതാണ് അവര് സ്ട്രെസ് ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര സ്ട്രെസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അതും സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ്, യുവർ ബോഡി ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, നോട്ട് എൻ ഓപ്ഷൻ. നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഓർഗൻ ആയിട്ടുള്ള സ്കിന്നിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ടൈമൊക്കെ ഏകദേശം ആയെന്ന് തോന്നുന്നു. ഇനി സ്കിന്നിനെ കുറിച്ച് പുതിയ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടീച്ചർ രാവിലെ എല്ലാവരെയും ബയോളജി ക്ലാസ്സിൽ കൊണ്ടിരുത്തി വളരെ നല്ല രീതിയിൽ സ്കിന്നിനെ പറ്റി പറഞ്ഞത്. ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്കിന്നിനെ. കാരണം അത്രയ്ക്കങ്ങോട്ട് മറ്റുള്ള ഓർഗൻസിനൊക്കെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വലിയ പ്രശ്നമാണെന്നുള്ള ഒരു ഫീലിങ്ങിൽ നമ്മൾ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ സ്കിൻ അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ ചിലപ്പോൾ താമസിച്ചു പോകും. കൂടുതലായിട്ട് വരുന്നത് ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ ചൊറിച്ചിലുണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങളോ ഒക്കെയാണ് കൂടുതൽ നോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അത് ഒത്തിരി നാള് നമ്മളെ ഈ ഓർഗൻ ഇങ്ങനെ കൊണ്ട് നടക്കും. പിന്നെ തീരെ മേലാതെ വരുമ്പോഴാണ് അത് ഇനിയിപ്പം ഞാൻ കോപ്പറേറ്റ് ചെയ്യത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ സിഗ്നൽസ് ഒക്കെ സ്കിന്നിൽ കാണുന്നത്. വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സ്കിന്നിന് മാത്രമല്ല നമ്മളെ ഹോൾ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ് അത്. പക്ഷെ സ്കിന്നിനും ഒത്തിരി കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അതിന് പറയുന്നത് കണക്ക് പറയുന്നത് ഓരോ 25 കിലോയ്ക്കും
1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കണമെന്നാണ് പറയുന്നത്. സോ നമ്മുടെ വെയിറ്റ് എന്താണോ അതിനനുസരിച്ച് ഒരു 20 to 25 കിലോ ഉള്ളവര് അതിനനുസരിച്ച് ഓരോ ലിറ്റർ വീതം കൂട്ടി കുടിക്കണം. കണക്ക് കേൾക്കുമ്പോൾ ആയിരിക്കും അയ്യോ 3 ലിറ്ററൊക്കെ 2 ലിറ്ററോ 3 ലിറ്ററൊക്കെ എങ്ങനെ കുടിക്കുമെന്ന്. പക്ഷേ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ഇറ്റ്. അത് രാവിലെ കുടിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുടിക്കാം, പിന്നെ അത് കഴിഞ്ഞ് പകല് കുടിക്കാം. പക്ഷെ വെള്ളം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ എനിവേ ഇറ്റ് ഈസ് സച്ച് an organ that covers the whole body, just like you said, it's more than cover, it has a lot of functions. അപ്പൊ അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ലെയേഴ്സിന്റെ കാര്യവും അതിന്റെ ഫങ്ഷൻസിന്റെ കാര്യവും പിന്നെ അതിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണോ എന്നുള്ളതൊക്കെ ടീച്ചർ കുട്ടികൾക്കെല്ലാം വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനില്ല. സോ താങ്ക് യു വെരി മച്ച്. വെൽ പ്രസന്റഡ് ആൻഡ് വെരി ഇൻഫോർമേറ്റീവ് ക്ലാസ്. താങ്ക് യു. താങ്ക് യു സൂസൻ മാം. സൂസൻ മാമിന്റെ ഫസ്റ്റ് ഫീഡ്ബാക്കിന് വേണ്ടി ഇങ്ങനെ എല്ലാരും വെയിറ്റ് ചെയ്യും ക്ലാസ് കഴിഞ്ഞിട്ട്. അത് ശരി. Good morning, Sajna ma'am. സൂസൻ മാം പറഞ്ഞ മാതിരി നമുക്ക് ഒരു സയൻസ് ക്ലാസ്സിൽ ഇരുന്ന ഒരു ഇതാണ്. പക്ഷെ എനിക്ക് ഒരു ഡിഫറൻറ്റ് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു സുവോളജി. അപ്പൊ എനിക്ക് മിസ് ചെയ്യായിരുന്നു ഇത്രയും ദിവസമായി മാമിന്റെ ക്ലാസ് കേട്ടപ്പോ. ഐ വെന്റ് ബാക്ക് ടു മൈ സ്കൂൾ ഡേയ്സ് അവിടെ. പിന്നെ എനിക്ക് വരയ്ക്കാനും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഫിഗർ കണ്ടപ്പോ എനിക്ക് എന്റെ ബയോളജി നമ്മുടെ ഇതില്ലേ എന്താ പറയാ ഇപ്പൊ വേർഡ്സ് വായിൽ വരുന്നില്ല, റെക്കോർഡ് ബുക്കില്ലേ, റെക്കോർഡ് ബുക്കിൽ എത്രമാത്രം ശ്രദ്ധിച്ചിട്ട് ഞാൻ വരച്ച എനിക്ക് ആ ഒരു ഫിഗർ ഓർമ്മ വന്നു. സോ യു ടുക്ക് മീ ബാക്ക് ടു മൈ സ്കൂൾ ഡേയ്സ്. പിന്നെ ഈ സ്കിൻ ശരിക്കും പറഞ്ഞാൽ ആസ് യു ടോൾഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാം എല്ലാം നല്ല ഡീപ്പായിട്ട് കവർ ചെയ്തു എവറിത്തിങ്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ എന്റെ കുട്ടികളും ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരുപാട് സ്കിൻ ഇൻഫെക്ഷൻസ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരുന്നുണ്ട്. സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ ഡ്യൂ ടു ക്ലൈമാറ്റിക് കണ്ടീഷൻ ആവാം, ഡ്രൈ സ്കിൻ ആയിട്ടും ഈ ഡാൻഡ്രഫ് ഇഷ്യൂ പിന്നെ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഏർലിയർ നമ്മളിത് ക്യൂർ ചെയ്യാൻ നോക്കണം. ബിക്കോസ് ഇത് ഈ സ്കിൻ ഡാൻഡ്രഫിൽ നിന്ന് പോയിട്ട് അത് ഏറ്റവും അഗ്രവേറ്റഡ് ഫോമിൽ സോറിയാസിസ് പറഞ്ഞിട്ട് അഗ്രവേറ്റഡ് ഫോം ആണ്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് അപ്പിയറൻസ് സ്കിന്നാണ്. ഈ സ്കിന്ന് നമുക്ക് സെൽഫായിട്ട് അതൊരു എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് വരുമ്പോ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. ബിക്കോസ് നമ്മൾ വളരെ കോൺഷ്യസ് ആണ് നമ്മുടെ സ്കിന്നെ കുറിച്ചിട്ട് കോൺഷ്യസ്. ഇത് ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഫീൽ ചെയ്തതാണ്. അപ്പൊ എപ്പോഴും ഈ സ്കിൻ അതും അത് എഫക്ട് ചെയ്യുന്നത് ഹെയറിനെയാണ്. ഹെയറിൽ ആ സ്കിൻ പോർഷനാണ് എഫക്ട് ആവുന്നത്. സോ ഡെഫിനറ്റ്ലി ഇപ്പോ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ നോക്കുക. ബിക്കോസ് ഇന്നത്തെ കുട്ടികൾ അതൊന്നും കെയർ എടുക്കണില്ല, അമ്മമാരും കെയർ എടുക്കണില്ല. പണ്ടത്തെ അമ്മമാർ നമ്മളൊക്കെ ഇയർലി വൺസോ അങ്ങനെ ഓയിൽ ബാത്ത് ഒക്കെ കമ്പൾസറിയാണ്. അതൊക്കെ ഇല്ലാതായിരിക്കുക. അമ്മമാർക്കും അറിയില്ല, കുട്ടികൾ പറഞ്ഞാലും കേൾക്കില്ല. സോ ബട്ട് ഒരു ഏജ് ആയ ശേഷം ഈ ഇഷ്യൂസ് ഒരുപാട് ഉണ്ട്. സോ ആ ഒരു സോറിയാസിസിന് ഏർലിയസ്റ്റ് സ്കിൻ കെയർ എടുക്കുമ്പോഴാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആസ് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത് സ്കിൻ ആയതുകൊണ്ട് നമ്മൾ സ്കിൻ കെയർ എടുത്തിട്ട് നമ്മളുടെ ബ്യൂട്ടീനല്ല നമ്മുടെ അപ്പിയറൻസിന് ഒരു അട്രാക്റ്റീവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. വെരി ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു, എഡ്യൂക്കേറ്റീവ് ആസ് വെൽ. താങ്ക് യു സജന മാം. താങ്ക് യു ചന്ദ്ര മാം. ആഴ്ചയില് 2 ദിവസമൊക്കെ എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് പറയുന്നത്. പണ്ടുള്ളവരൊക്കെ ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ ചന്ദ്ര പറഞ്ഞ പോലെ ഡാൻഡ്രഫിന്റെ ഭയങ്കര പ്രശ്നമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ അടക്കം സ്കിന്നിലും ഉണ്ട്, മുടിയിലും ഹെഡിലും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. അതെ മാം. പിന്നെ നമ്മളുടെ ഇപ്പൊ കേരളത്തിന്റെ ഒരു ഇത് ആയുർവേദിക് ആയിട്ടുള്ളതിന് ബെസ്റ്റ് ആണ്. സൈഡ് ഇഫക്ട്സ് ഇല്ലാതെ നമ്മൾ ഡയറക്ട്ലി ഇതല്ല, ബട്ട്
സ്റ്റിൽ അവിടെ കുറെ ഓയിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അത് നോക്കുക, അത് ക്യൂർ ആയിട്ടില്ലെങ്കിൽ ക്യൂർ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ക്യൂർ ഉണ്ട്. മസ്റ്റ് ആയിട്ട് കെയർ എടുക്കേണ്ട ഒരു പാർട്ട് ഓഫ് ദ ബോഡിയാണ് സ്കിൻ. അതെ അതെ. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ഒരു മുഖത്തൊരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ അവർ അത് ആലോചിച്ചായിരിക്കും നടക്കുക. ആ ഒരു അത് പോണ വരെ പിന്നെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മാം, ഇപ്പത്തെ പേരൻസ്, ബിക്കോസ് ഞാൻ സ്കൂൾ കുട്ടികൾ തന്നെ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കാണുന്നുണ്ട്. ലിപ്സ്റ്റിക് ഇടുന്നത്, ഫേസ് പാക്സ് ഇടുന്നത്, ഇതൊക്കെ ഒരു ഏജ് കഴിഞ്ഞിട്ട് തുടങ്ങുന്നതാണ്. പേരൻസ് കുറച്ച് അവെയർ ആയിരിക്കണം. എനിക്കൊക്കെ എൻ്റെ ടീച്ചേഴ്സ് ഒക്കെ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അവയർനെസ് ടീച്ചേഴ്സ് ഉണ്ടാക്കുന്നത്, സ്കൂൾ എന്ന് പറയുന്നത് ഫാഷന് വേണ്ടിയിട്ടുള്ള പ്ലേസ് അല്ല. അത് നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നേ വേണം. ബിക്കോസ് സ്റ്റഡീസിൽ നിന്ന് ഡീവിയേറ്റ് ആവാണ്. ഡ്രസ്സിങ്ങും ഇതിനെയാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ സ്കിൻ തന്നെ ഞാൻ പറയുമ്പോൾ മേക്കപ്പ് അൺനെസസറിലി ഇടാതിരിക്കാൻ നോക്കുക. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പേരൻസും സപ്പോർട്ട് ചെയ്യുക, ഇട്ടിട്ട് പോവുക, ദാറ്റ് ഈസ് എൻകറേജബിൾ. ബട്ട് സ്കൂൾസിലേക്ക് എന്തിനാണ് ഈ മേക്കപ്പ്, ലിപ്സ്റ്റിക്? ആൻഡ് സ്കിൻ എഫക്റ്റ് ആവും മാം. ലോങ് ടേമില് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഫുൾ ഓഫ് കെമിക്കൽസ്. അതോ ഓർഗാനിക് ആണ്, അതാണ് ഇതാണ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ക്ലാസ്സസിൽ ഞാൻ കാണാറുണ്ട്, ഞാൻ പറയാറുണ്ട്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രം മ്യൂട്ടായി തോന്നുന്നുണ്ട് ചന്ദ്ര മാം. സംസാരിക്കുന്നുണ്ടാവും. സോറി. അപ്പൊ അതൊന്ന് ടീച്ചേഴ്സും പേരൻസും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കുട്ടികളെ നോന്ന് പറയാൻ പഠിക്കണം. പറയില്ല, ഇങ്ങനത്തെ കാര്യത്തിൽ നോന്ന് പറയാനേ വേണം. ബിക്കോസ് അവർക്ക് ഇപ്പൊ അറിയില്ല. ഏജ് ആയ ശേഷം അമ്മ എന്തുകൊണ്ട് പറഞ്ഞില്ല, അച്ഛൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം അവർ ചോദിക്കും. ആ സമയത്ത് നമുക്ക് പറയാനില്ല. ബിക്കോസ് അവരുടെ സ്കിൻ, ലിപ്സ് ഒക്കെ പോയി കിട്ടും. ലിപ്സ് ഒക്കെ അതിന്റെ നാച്ചുറൽ ബ്യൂട്ടിയിൽ നിന്ന് മാറിപ്പോവും. അതുകൊണ്ട് ലിപ്സ്റ്റിക്സ് അവോയ്ഡ് ചെയ്യുക. മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നാച്ചുറൽ സ്കിന്നെ കെയർ എടുക്കാം. മാം പറഞ്ഞത് അത് തന്നെയാണ്. മാം എവിടെയോ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. സോ ഞാനിപ്പോൾ പൊതുവായിട്ട് കാണുന്നത് കൊണ്ട് സ്കൂൾ കുട്ടികൾ, കുഞ്ഞു കുഞ്ഞു കുട്ടികൾ പോലും ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട്. നോട്ട് ഡിസ്കറേജിങ്, ബട്ട് എവിടെയെന്നുള്ളത് അറിയണ്ടേ. ഡെയിലി ഇടുമ്പോൾ അത് നമ്മളെ സ്കിന്നിനെ ബാധിക്കും. ഓക്കെ മാം. എന്തായാലും ഇതിലൊക്കെ കെമിക്കൽസ് ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ ഈ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളിലൊക്കെ. അപ്പൊ എന്തായാലും അത് സ്കിന്നിനെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അത് കുറെ നാൾ കഴിയുമ്പോൾ അത് ബാധിക്കും എന്തായാലും. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പജലി മിസ് മാം. ഒരു ബയോളജി ക്ലാസ്സിലിരുന്ന ഒരു ഫീലായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം. ഞാനൊരു ബയോളജി ടീച്ചറും കൂടി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഖുർആനിലൊരു വേർഡുണ്ട്. ഈ സ്കിന്നുകൾ നരകശിക്ഷയെ കുറിച്ച് പറയുമ്പോഴാണ് അത് പറയുന്നത്. സ്കിന്ന് ഒരു പ്രാവശ്യം കരിഞ്ഞു പോയാലും വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കപ്പെടുമെന്ന്. ആ നരകശിക്ഷയുടെ കാഠിന്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് അതിങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നീട് ഇപ്പൊ ഈ ആധുനിക സയൻസിലൊക്കെ പറയുന്നുണ്ട് പെയിൻ റിസപ്റ്റേഴ്സ് ഉള്ളത് സ്കിന്നിലാണ്. അപ്പം നമ്മൾ പെയിൻ ഫീൽ ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാലോ, ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ സ്കിൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളത് അറിയില്ല. സ്കിന്നിൽ മാത്രമാണ് ആ പെയിൻ അറിയുന്നത്. പിന്നെ അത് മസിലിലേക്ക് പോയി കഴിയുമ്പോൾ ആ വേദനയെക്കുറിച്ച് നമ്മൾ അറിയില്ല. അപ്പോൾ പൊള്ളിയാലും ഒക്കെ ആ സ്കിൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അറിയേയില്ല ആ വേദന. അപ്പോൾ അത് പുതിയ സയൻസിലൂടെയാണ് അത് കണ്ടുപിടിക്കപ്പെട്ടത്. പെയിൻ അറിയപ്പെടുന്നത്, പെയിൻ റിസപ്റ്ററുകൾ ഉള്ളത് സ്കിന്നിലാണ്. അതിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പഠിക്കുന്ന കാലത്ത് അതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സ്കിൻ ഡിസീസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത്
ശരിക്കും സൈക്കോളജി ആയിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. സ്കിൻ ഡിസീസുകളെല്ലാം തന്നെ ആ, പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആദ്യം പ്രത്യക്ഷപ്പെടുക സ്കിൻ ഡിസീസുമായിട്ടായിരിക്കും എന്നാണ്. ഈ എക്സിമ, അതുപോലെ സോറിയാസിസ്. ഇപ്പോൾ ഒരുപാട് സോറിയാസിസ് ഒക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പല തരത്തിലുള്ള. അതുപോലെ ഈ പറഞ്ഞില്ലേ ഡാൻഡ്രഫ്, ആ ഡാൻഡ്രഫ് നമ്മൾ തലയിൽ വരുന്നത് പോലെ തന്നെ സ്കിന്നിൽ വരുന്നുണ്ട്. സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു 80 ടൈപ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും അവർക്കൊരു സൈക്കോളജിക്കൽ ഇഷ്യൂസ്, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാസിസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിയായിട്ടും മെൻ്റൽ ഹെൽത്തുമായിട്ടും ഒക്കെ ഒരുപാട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട് സ്കിന്നിനെ കുറിച്ച്. അപ്പോൾ ഇതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ് കേട്ടപ്പോൾ അതിങ്ങനെ ഓർമ്മ വന്നതാണ്. ഓക്കെ, ഏതായാലും നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു. എല്ലാ കാര്യവും അതിൻ്റെ സ്ട്രക്ചറൊക്കെ നന്നായിട്ട് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചന്ദ്ര മാം പറഞ്ഞതുപോലെ റെക്കോർഡ് വരയ്ക്കുന്നതൊക്കെ, 3 ലെയേഴ്സൊക്കെ അതൊക്കെ ഇങ്ങനെ റീകോൾ ചെയ്യാൻ പറ്റി കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിരുന്നു. അറിയാവുന്നവർക്കും സ്കിന്നിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്കും ഒക്കെ ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സജന മാം. താങ്ക് യു മാം. മാം കുറെ നാളുകൾക്ക് ശേഷം വരാനുണ്ട്. നോമ്പായപ്പോ മാം ബ്രേക്ക് എടുത്തതായിരുന്നു അല്ലെ മാം? ഞാനൊരു ക്ലാസ് ഈ മന്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ എന്നാ ഡേറ്റ് എന്നറിയില്ല. ഈ നോമ്പായപ്പോ ഈ മന്തിലുണ്ടോ മാമിന്റെ ക്ലാസ് ഉണ്ടോ? മാർച്ചിലുണ്ടോ? ഉണ്ട്. ലാസ്റ്റ് എന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല. ഉണ്ട് നോക്കിയിട്ട് ഒരു പറയാം. ദിവസം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. Good morning. ആക്ച്വലി എനിക്കിത് ജസ്റ്റ് മൈൻഡായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ, മീൻസ് സൈക്കോളജിക്കലി പെട്ടെന്ന് അങ്ങനെയായിരുന്നു ഞാൻ മീൻസ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്. ലൈക്ക് നമ്മുടെ മൈൻഡും ജസ്റ്റ് ലൈക്ക് സെൻസിറ്റീവ് സ്കിൻ ആണല്ലേ, ഫീൽസ് എവറിത്തിങ് ഡീപ്ലി. അപ്പം മാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ക്ലെൻസ് ചെയ്യുന്നത്, ലൈക്ക് നമ്മുടെ മൈൻഡും ലെഗ് ഓഫ് നെഗറ്റിവിറ്റി ഡൈലി, ആൻഡ് നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിലോട്ട് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ആൻഡ് സെൽഫ് ടോക്ക് കൊടുക്കുന്നത്, ആൻഡ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പറഞ്ഞു. വി ഹാവ് ടു സെറ്റ് ബൗണ്ടറീസ് ആൻഡ് വി ഹാവ് ടു സേ നോ. അങ്ങനെ എനിക്ക് അങ്ങനെയാണ് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത്. ആൻഡ് സ്കിന്ന് റിപ്പയർ ചെയ്യുന്ന മാം പറഞ്ഞു. ജസ്റ്റ് നമ്മുടെ മൈൻഡിന് എന്താ പറയുക, റെസ്റ്റ് കൊടുക്കുക, അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് റീകണക്ട് വിത്ത് അവർ സെൽഫ് ഓൾസോ. എനിക്ക് അങ്ങനെ ഇരുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു തോട്ടാണ് വന്നത്. കാരണം മോർണിംഗ് സർക്കിളാണല്ലോ. ഞാൻ പെട്ടെന്ന് കയറിയപ്പം ഇപ്പം മാം ഫജ്ലുനിസ മാം പറഞ്ഞതുപോലെ എന്താ പറ്റിയത്, ബയോളജി ക്ലാസ്സിലാണോ പെട്ടെന്ന് തോന്നിപ്പോയി. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു മാം. മൈൻഡ് പിയറായോ? ആണെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ ഈ സ്കിന്നിന്റെ ബയോളജി ക്ലാസ്സിലെ ചിന്തയാണ്. അതെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ മാം? യെസ്. എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. യെസ്. ഹാവ് എ ഗുഡ് ഡേ എവരിവൺ. താങ്ക് യു. ഗുഡ് ഡേ. താങ്ക് യു. ബൈ.